എന്തായാലും മുഖ്യമന്ത്രി ചർച്ച തകൃതിയായി അങ്ങ് ഡൽഹിയിൽ നടക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 2 നിരീക്ഷകരെ നിയോഗിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. നിരീക്ഷകർ ആരൊക്കെയാണെന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. വിവരങ്ങളുമായി ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, ഗുഡ് ഈവനിങ്. എല്ലാവരും ആകാംക്ഷയിലാണ് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നത്. എന്തായാലും 3 പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നിലുള്ളത്. അപ്പോൾ ഈ 3 പേർക്ക് വേണ്ടി 2 നിരീക്ഷകർ വരും. ആരായിരിക്കും, അവരുടെ തീരുമാനം എന്തായിരിക്കും, അവരുടെ മാനദണ്ഡങ്ങൾ എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ സൂചനയുണ്ടോ? കൃഷ്ണ, എന്തായാലും ആ ചർച്ചകൾ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിലായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ രാജാജി മാർഗിലെ 10 എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഇന്ന് യോഗങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പങ്കെടുത്തുകൊണ്ടായിരുന്നു അതായത് ഈ നിരീക്ഷകർ ആരെ നിരീക്ഷകരായി നിയോഗിക്കണം എന്ന കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. 2 മുതിർന്ന നിരീക്ഷകരെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തായാലും ആ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ നിരീക്ഷകർ കേരളത്തിലേക്ക് പോകും. അവിടെ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. അതായത് ഒറ്റയ്ക്കും അതല്ലാതെ കൂട്ടമായും അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷം ആ വിവരം ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്നായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. 3 പേരുകൾ നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും 3 പേരുകളാണ് ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. എന്തായാലും അതിലൊക്കെ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ അത് ഉറപ്പായും ഈ നിരീക്ഷകരായിരിക്കും നൽകുക എന്നുള്ളതാണ്. അപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ KG ജോർജിനെ പോലുള്ള നിരീക്ഷകർ നാളെ ഇവിടെ ഡൽഹിയിൽ എത്തുന്നുണ്ട്. എന്തായാലും അവരും ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലെല്ലാം ഉപരി ഇന്നിപ്പോൾ നിയോഗിക്കുന്ന 2 മുതിർന്ന നിരീക്ഷകർ അവർ കേരളത്തിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയ കാര്യം, ആ ചർച്ചയ്ക്ക് ശേഷമുള്ള എന്താണ് പൊതുവായുള്ള ഒരു അഭിപ്രായം, MLA-മാരുടെ അഭിപ്രായം എന്ന കാര്യം അത് ഹൈക്കമാൻഡിനെ അറിയിക്കുക ഈ നിയോഗിക്കപ്പെടുന്ന നിരീക്ഷകരായിരിക്കും. എന്തായാലും ആ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത്. അനൂപ്, കൃഷ്ണ. എന്തായാലും ഈ 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കാൻ, ആ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് എന്നുള്ള 2 പേരെ ഉടൻ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നേരത്തെ ഖർഗെയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും 2 നിരീക്ഷകർ വരുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അച്യുതൻ ഡൽഹിയിൽ നിന്നും പറയുന്നത്. ഈ 3-ൽ-ഒരാളാണോ, ഇനി 3-ൽ-ഒരാളല്ലാതെ പുറത്തുനിന്ന് വേറൊരാളാണോ? ഇതാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ച. അതെ, എന്തായാലും ആ ചർച്ചകൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.